ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അഫോർഡബിൾ റേഞ്ചിലുള്ള കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് സ്ലീവൊക്കെ വന്നേക്കുന്നത്. ഇതും ചെറിയൊരു റേറ്റേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ലിങ്ക് ട്രീ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ വലിയ ധാരണയില്ല. എന്നാലും ഞാനതിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് എല്ലാം കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്ന് വീതം വെച്ച് കാണാവേ. ആദ്യം തന്നെ ഞാൻ മേടിച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്രഷസ്. ഇത്രയും ബ്രഷുകളുണ്ട്. 8 ബ്രഷസാണ് ഇതിൽ വരുന്നത്. 8 വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇതിൽ എന്നെപ്പോലുള്ള ബിഗിനേഴ്സിന് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഓരോ ബ്രഷിലും ഇതിൻ്റെ യൂസ് എന്താണെന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാൾസിൻ്റെ ആണ് കേട്ടോ. മാൾസിൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 750 ആയിരുന്നു. ഈ ഒരു 8 ബ്രഷിനും കൂടിയിട്ട് എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളിൽ വരെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുവിധം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾക്ക് തന്നെ സിംഗിൾ പീസിന് തന്നെ 150 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. നോക്കി, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഡൈവേർട്ടായി പോകുന്നത്. എൻ്റെ കയ്യിലാവും മഷി തേച്ചത് ഭയങ്കര വൃത്തിയായിട്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ പീസിന് വരെ കുറച്ചധികം റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ ആണ്. 750 ഉള്ളൂ 8 ബ്രഷസിന്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും എഴുതി കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പെർട്ടിക്കുലർ യൂസ് എന്നുള്ളത്. പിന്നെ നല്ല ബ്രിസ്റ്റൽസ് ആണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ഒട്ടും യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ, എൻ്റെ ക്രീമുകൾ എല്ലാം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈവൻ ഐഷാഡോ വരെ ഞാൻ കൈ വെച്ചിട്ടാണ് ഇടാറ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ടൈം എടുക്കും പഠിച്ചു തരാൻ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സാധനം വാങ്ങാം കേട്ടോ. ഞാനിത് വാങ്ങിയേക്കുന്നത് പർപ്പിളിൽ നിന്നാണ്. ഇപ്പോൾ അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 634 ആയിട്ടുണ്ട്. ഞാൻ വാങ്ങാൻ നേരത്തെ അതിന് 750 ആയിരുന്നു റേറ്റ്. കറക്റ്റ് 750 ആയിരുന്നു. ഇപ്പോൾ 634 ആയിട്ടുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് വരുന്ന ഈ ഐഷാഡോ പാലറ്റാണ് കേട്ടോ. ഇതും മാൾസിൻ്റെ തന്നെയാണ്. ഇതിലത് കാണാം, മാൾസിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരുവിധം കളേഴ്സൊക്കെ ഉണ്ട്. ഒരു പൗഡറി ടെക്സ്ചറാണ്. കണ്ടോ, ഇങ്ങനെ ഒരു പിഗ്മെൻറ്റേഷനാണ് ഇതിന് വരുന്നത്. എല്ലാം തന്നെ അത്യാവശ്യം പെട്ടെന്ന് ആവുന്നുണ്ട്. കയ്യിൽ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു അഫോർഡബിൾ റേഞ്ചിന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു റേറ്റ് വന്നേക്കുന്നത് 264 ആണ് കേട്ടോ. 264 20 grams ആണ് പ്രൊഡക്റ്റ് വരുന്നത്. 16 കളേഴ്സും അവൈലബിൾ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതായി ഇത്രയും 16 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. യൂസ് ചെയ്തിട്ടായാലും. എൻ്റെ അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. ഒരു ക്രീം നൈറ്റ് തേച്ച് കിടന്നാൽ തന്നെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫേസ് ഫുള്ള് പിമ്പിൾ വരും. പിന്നെ ഒരുപാട് യൂസ് ചെയ്യില്ലാത്ത ഒരാൾക്ക് ഇത്രയൊക്കെ കളേഴ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. ആകെ 264 ആയിട്ടുള്ളൂ റേറ്റ്. ഇനി അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ. ചെറിയൊരു പാലറ്റാണ്. സ്വിസ് ബ്യൂട്ടീൻ്റെ നമ്മുടെ ഹൈലൈറ്റർ പാലറ്റാണ് കേട്ടോ. ബ്ലഷ് കം ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ പാലറ്റാണ്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും നല്ലോണം ഹൈലൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. കേട്ടോ, ഇതുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിന് റേറ്റ് ഇതിൽ കൊടുത്തേക്കുന്നത് 399 ആണ്. പക്ഷേ എനിക്കിത് കിട്ടിയത് 303 കേട്ടോ. 303 രൂപയായിട്ടുള്ളൂ ഇതിന്. അപ്പോൾ ഇതും അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇതിൻ്റെ അകത്ത് 4 കളേഴ്സും അവൈലബിൾ ആണ്. ഇത് രണ്ടും നമുക്ക് ബ്ലഷ് ആയിട്ടും ഇത് നമുക്ക് ഐഷാഡോ ആയിട്ടും ഇത് നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഈവൻ ഇതും നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമില്ലാത്തവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് അടുത്തത് വന്നിരിക്കുന്നത്. ഇതും ഞാൻ പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിയിരിക്കുന്നതാണ്. അടുത്തത് വരുന്നത് എൻ്റെ ലാക്മീൻ്റെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ അകത്തത്തെ പ്രിൻ്റൊക്കെ പോയി. അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചായിരുന്നു. കേട്ടോ, തീരാനായി ഏകദേശം. ഇത് ഞാനൊരു 280 റുപ്പീസിന് ഇവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. 280 റുപ്പീസ് ആയിട്ടുള്ളൂ. നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു സ്മെല്ല്. അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതാണ് അടുത്തത് വരുന്നത്. അതും നമുക്ക് എനിക്ക് തോന്നുന്നതോ, എനിക്ക് വലിയ നോളജ് ഇല്ല ഇതിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നത് അതിന് നമുക്ക് കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമ്മളുടെ ഫേസിൻ്റെ കളറിനനുസരിച്ചിട്ട്, നമ്മളുടെ ഒരു സ്കിൻ ടോണിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇനി വരുന്നത് പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ്ലിയുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ചെറിയൊരു പാക്കാണ് കേട്ടോ മേടിച്ചത്. ഇതിന് 84 റുപ്പീസാണ് വരുന്നത്. ഇതിൻ്റെ വലുതിന് എത്ര റേറ്റ് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനൊരു 84 റുപ്പീസാണ് വരുന്നത്. ഇത് അത്യാവശ്യം ഒരു മന്തിലേക്കൊക്കെ യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ട്.
ഇത് നല്ല ഹൈലി പിഗ്മെൻറ്റഡ് ആണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തത് എല്ലായിടത്തും ഒരേപോലെ ഈവനായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒട്ടും ഓയിലി ആക്കുന്നില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് കേട്ടോ, എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ അത്ര ഓയിലി ആക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറും 84 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇതും ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അത് ഓഫ് കോഴ്സ് ഓൺലൈൻ സൈറ്റിലും കിട്ടും, അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ അടുത്തുള്ള ഫാൻസിന്നൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ. ബ്ലഷിൻ്റെ ഒരു സ്റ്റിക്കായിട്ടാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെയാണിത് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അടിപൊളിയാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കണ്ടോ. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപയോഗിക്കേണ്ടതില്ലാത്ത എന്നെ പോലെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് റേറ്റ് വന്നേക്കുന്നത് 206 ആണ് കേട്ടോ. 206 രൂപയാണ് ഇതിനായത്. ഇതും നല്ല ഹൈലി അഫോർഡബിൾ ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് എൻവൈബേൻ്റെ സ്ട്രോ ക്രീമാണ് കേട്ടോ. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അത്യാവശ്യം അടിപൊളി അഫോർഡബിൾ ആണ്. ഞാനിത് 199 ആണ് മേടിച്ചേക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ വേരി ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കൊടുത്തേക്കുന്ന പ്രൈസ് 290 ഒക്കെയാണ്. പക്ഷേ 199 എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈലൈറ്ററായിട്ട് നമുക്ക് ശരിക്കും എങ്ങനെയാണെന്ന് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മോയ്സ്ചറൈസറില്ലേ, അതിലേക്ക് ഇതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ഇടും. എന്നിട്ട് അത് മിക്സ് ചെയ്തൊരു ഫുൾ ഫേസിലിടും. ഫുൾ ഫേസ് ഇങ്ങനെ ഗ്ലോ ആകും കേട്ടോ. ശരിക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതും ഹൈലി അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ഈ ഹൈലൈറ്ററൊന്നും യൂസ് ചെയ്യാൻ എന്നെ പോലെ കാര്യമായിട്ട് അറിയില്ലാത്തവർക്ക് ഈ ഇതുവഴി നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് ക്രീം വഴി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഫേസ് തേച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് അടിപൊളിയായിട്ട് വർക്കാവും കേട്ടോ. പിന്നെ വരുന്നത് മേരി ജോക്കിൻ്റെ ഒരു ഐബ്രോ ഫില്ലിങ് പാലറ്റാണ് കേട്ടോ. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 in 1 ആണ്. ഇതുണ്ടോ, ഈ ഭാഗത്ത് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാനും പിന്നെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഐലൈനറാണിത്. ഞാൻ മറന്നുപോയല്ലോ, ജെല്ലില്ലേ, ഐലൈൻ ചെയ്യുന്ന ജെല്ല്, ആ ജെല്ലാണിത്. അപ്പോൾ തീരെ ട്രാൻസ്ഫർ ആവില്ല കേട്ടോ. അടിപൊളിയാണ്. അത്യാവശ്യം ഒരു ഗ്ലോയി ഫിനിഷും കിട്ടും. നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതേപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ ടൈപ്പ് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യും. ഇതിൻ്റെ എഡ്ജ് ഉണ്ടോ, ഈ രീതിയിലുള്ള ഒരു ബ്രഷും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഐലൈനർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിന് 250 സംതിങ് ആണ് വന്നേക്കുന്നത്. ഇത് ഞാൻ ഇവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്, ഓൺലൈൻ സൈറ്റിൽ നിന്നല്ല. പിന്നെ അതാണ് നെക്സ്റ്റ് വൺ വരുന്നത്, മേരി ജോക്കിൻ്റെ കേട്ടോ. അടുത്തത് വരുന്നത് ഒരു കോണ്ടോർ സ്റ്റിക്കാണ് കേട്ടോ. നമ്മളുടെ എൻവൈബേൻ്റെ തന്നെയാണ്. ഇങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. എനിക്കിത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടില്ല, 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീമി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സുഖമായിട്ട് ബ്ലെൻഡൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കത് എക്സാക്റ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്ത കാരണം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇത് ചെയ്തത് കറക്റ്റാണോ എന്ന് പറഞ്ഞാലല്ലേ ഈ പ്രൊഡക്റ്റ് വേർത്താണോ എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് അതെനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് സൂപ്പർ അഫോർഡബിൾ. കാരണം 103 രൂപയുള്ളൂ കേട്ടോ. അതാ 103 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 103 രൂപ ഇതിനായിട്ടുള്ളൂ. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇതാണ് സെറ്റിംഗ് സ്പ്രേ. ഇത് ഏതാണ്, സ്വിസ് ബ്യൂട്ടീൻ്റെയാണ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വരുന്നത്. ഇത് ഞാൻ അടിച്ചിട്ട് എനിക്ക് തോന്നി ഇതൊരു പൊട്ട പ്രൊഡക്റ്റാണ്. ഇനി ഞാൻ അടിച്ചതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിന് റേറ്റ് വന്നേക്കുന്നത് 189 റുപ്പീസാണ് കേട്ടോ. 189 രൂപയായി, 189 രൂപയായി. പക്ഷേ ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിൽ ഞാനിട്ട് എല്ലാ മേക്കപ്പ് ഒഴുകി താഴെ വന്നു. അതിനിപ്പോൾ ഞാൻ കുറേ അടിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇതെനിക്ക് ആ ഒരൊറ്റ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് മതിയായി. എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി എൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ, ഞാൻ ഉപയോഗിച്ചതിൻ്റെ രീതിയായിരിക്കാം. ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ മേക്കപ്പ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി താഴേക്ക് വന്ന് ഇങ്ങനെ മഴവെള്ളമായ പോലെ. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഇതാരും വാങ്ങണ്ട എൻ്റെ അഭിപ്രായത്തിൽ. ഇനി അടുത്തത് വരുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു കളർ കറക്റ്റർ കം കൺസീലറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കൺസീലറും ഉണ്ട്, അതേപോലെ തന്നെ കളർ കറക്റ്ററും ഉണ്ട്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുക. പിമ്പിളുള്ള സ്ഥലത്ത് ഏത് കളർ ഉപയോഗിക്കണം, പിന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ചിന്നിൻ്റെ ഒക്കെ ഏരിയയില്ലേ അവിടെ ഏത് ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുക. പക്ഷേ എനിക്കിത് ശരിക്കും അടിപൊളി ഒരു പ്രൊഡക്റ്റായിട്ട് തോന്നി. ഇത് ഇതേപോലെ തന്നെ അതാ ക്രീമി ആയിട്ടിരിക്കുന്നതുണ്ടോ, ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിന് റേറ്റ് വന്നേക്കുന്നത് 207 ആണ് കേട്ടോ, 207 രൂപ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വാങ്ങാൻ ഇഷ്ടമുള്ളവർ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാവേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ ലിങ്ക് ട്രീ സെറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും എനിക്കത് പറ്റുന്നില്ല. എന്തോ ഒരു ചെറിയ വെരിഫിക്കേഷൻ ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനത് സെറ്റാക്കിയതിന് ശേഷം അതിനകത്ത് ഇടാം. ഇപ്പോൾ വേണ്ടവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ.
ഇനി അടുത്തത് വരുന്നത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജൽ. ഇതിന് എത്ര റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 129 ആണ് കേട്ടോ. 129 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് ഭയങ്കര സ്മച്ച് പ്രൂഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സ്മച്ച് പ്രൂഫ് ഒന്നുമല്ല. ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പരക്കൊക്കെ ചെയ്യും. പക്ഷെ നല്ല നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. നല്ല ഡാർക്കായിട്ടൊക്കെ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്കിങ്ങനെ കണ്ണിന് മുകളിൽ ഒരു സ്മോക്കി എഫക്റ്റ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതിങ്ങനെ വെറുതെ വരച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വരുന്നത് 129 റുപ്പീസ്. ഇത് ഞാൻ പർപ്പിൾ വഴി വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഡാസ്ലറിൻ്റെ മസ്കാര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കാരണമെന്ന് തോന്നുന്നു. ഞാനിത് സ്റ്റുഡിയോൻ്റെയും പിന്നെ ഈ കൊളോസൽ കാജലിൻ്റെയും അതിൻ്റെയൊക്കെ ഞാനിങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിലൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഒരു ബ്രഷിൻ്റെ ആണെന്ന് അറിയത്തില്ല, എനിക്ക് ഈ ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. എസ്പെഷ്യലി ഞാൻ എപ്പോൾ മസ്കാര ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ മുകളിൽ കൂടെ ഉള്ള ലൈനിൽ കൂടി ഇങ്ങനെ ആകും, ഞാനിങ്ങനെ അതിങ്ങനെ സ്ട്രോക്ക് ചെയ്ത് വരുമ്പോൾ. പക്ഷേ ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളത്. ഇതിന് 150 റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. 149 ആണോ 150 ആണോ അങ്ങനെ എന്തോ ഒരു റേറ്റാണ് വരുന്നത്. സൂപ്പർ അഫോർഡബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻവൈബേൻ്റെ തന്നെ പ്രൈമറാണ്. പ്രൈമർ ഞാൻ രണ്ടാമത്തേതാട്ടോ ഉപയോഗിക്കുന്നത്. ആദ്യം എനിക്കറിയാൻ തന്നെ ഇല്ല പേര്, ഹ്യൂഡാ ബൂട്ടി ആണോ എന്നറിയത്തില്ല, അങ്ങനെ ഏതോ ഒരെണ്ണമാണ് ഞാൻ മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തേച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. അവർ പറയുന്ന പോലെ ഒരു ഫിനിഷും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ പ്രൈമറിൻ്റെ ഒരു യൂസ് പറയുന്നുണ്ടല്ലോ, അത് നമ്മളെ പോഴ്സിനെയൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ശരിക്കും ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഫേസ്, നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ നേരത്ത് ശരിക്കും നമ്മളുടെ ഈ ബേസ് ലെയർ എന്ന് പറയുന്നത് ഒരു അടിപൊളിയാക്കിയിട്ടൊരു ക്ലീൻ ആക്കി തരുന്നതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ വേറൊരു മീനിങ്ങാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ആ ഒരു പർപ്പസ് ഇത് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഭയങ്കര ഒരു സോഫ്റ്റ് ആയ പോലെ ഒരു ഫീല് കണ്ടോ. ശരിക്കും ആ ഒരു ഏരിയ ബ്ലറായി പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ക്രീം കേൾക്കാൻ നേരത്തായാലും ആ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ഒരു ബ്ലറായിട്ടുള്ളൊരു ഫീല്, ഫേസ് ഫുള്ള് തേച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഈ ഒരു പ്രൈമറിൻ്റെ പർപ്പസ് ഒരുവിധമൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു റേഞ്ചിൽ കേട്ടോ. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 169 ആണ്, 169 രൂപ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇതും സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇനി ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അത് ഷെയ്ഡ് നമ്പർ 115 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ നേരിട്ട് വാങ്ങിയത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഓൺലൈൻ വഴി വാങ്ങാനായാലും എളുപ്പമാണ്. ഈ ഒരു സെയിം ഷെയ്ഡ് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊന്നും ട്രൈ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 250 റുപ്പീസാണ് കേട്ടോ. 250 റുപ്പീസാണ് ഇതിന് റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സ് നമുക്ക് പേഴ്സണലി ഒരുവിധം ഒരു ബിഗിനേഴ്സിനും അതേപോലെ തന്നെ റെഗുലറായിട്ടുള്ള യൂസിനൊക്കെ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. അതിലും മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ട്സ് നമുക്ക് ശരിക്കും ആവശ്യമേ ഇല്ല, വല്ല ഫംഗ്ഷനൊക്കെ വരാൻ നേരത്തേ ഉള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ, പ്രൈമർ, അതേപോലെ തന്നെ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്, ബ്രഷസ്, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രൊഡക്ട്സാണ് എൻ്റെ കയ്യിൽ അഫോർഡബിൾ ആയിട്ടുള്ളത്. എല്ലാം കൂടി വാങ്ങണമെങ്കിൽ തന്നെ ഒരു അണ്ടർ 1500 വരുള്ളൂ എന്നാണ് കേട്ടോ എൻ്റെ ഒരു നിഗമനം. മാക്സിമം ആ ബ്രഷിന് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും റേറ്റ് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത് 750. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 2000 വരുന്നുള്ളൂ റേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.